പുഷ്പൻ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായിരുന്നു ഇതുവരെ. ഒരു സഹന സൂര്യനായി അറിയപ്പെട്ട കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് അന്നു മുതൽ കിടപ്പിലായ ഒരു യുവപ്രവർത്തകൻ. കൂത്തുപറമ്പിൽ അന്ന് നടന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായ പോരാട്ടമായിരുന്നു. UDF സർക്കാർ കിരാതമായ പോലീസ് മുറയിലൂടെ യുവപ്രവർത്തകന്മാരെ നേരിട്ടു, നേർക്കുനേർ വെടിവെച്ചു, ലാത്തിയും മറ്റ് മർദ്ദനായുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടി. 5 പേർ തത്സമയം വെടിയേറ്റ് മരിച്ചു വീണു. ആ വെടിവെപ്പിലാണ് പുഷ്പനും വെടിയേറ്റത്. 6ാമത്തെ കൂത്തുപറമ്പ് രക്തസാക്ഷിയായി പുഷ്പൻ മാറി. പുഷ്പൻ ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ചിരുന്ന കാലത്തല്ല അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം പോരാളികൾക്കെല്ലാം കരുത്തു പകരുന്നതായിരുന്നു. DYFI പ്രവർത്തകന്മാരുടെ ആവേശവും ഒപ്പം പോരാട്ടത്തിന്റെ കരുത്തുമാണ് പുഷ്പൻ. ആ പുഷ്പന്റെ വേർപാടിൽ ഞങ്ങളെല്ലാം അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. ആ സമരത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. പോലീസിന്റെ ക്രൂരമായ ലാത്തിയടിയേറ്റ് തലയിൽ 10-13 സ്വിച്ചുമായി അന്ന് ആശുപത്രിയിൽ കിടക്കുന്ന സമയത്തായിരുന്നു വെടിവെപ്പ് നടന്നതും ആളുകൾ മരിച്ചതും പുഷ്പനടക്കമുള്ളവർക്ക് വെടിയേറ്റതും ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇന്നിപ്പോ ആ സമരത്തെ കുറിച്ച് ഓർക്കുമ്പോൾ, പുഷ്പനടക്കമുള്ള രക്തസാക്ഷികളെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കൂത്തുപറമ്പ് പോരാട്ടം പ്രവർത്തകന്മാർക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്താണ്. അന്നത്തെ കിരാത പോലീസ് ഭരണത്തിനെതിരായ പോരാട്ടം അത് പിന്നീട് 96 ആവുമ്പോഴേക്കും ആ ഭരണത്തിന്റെ പരാജയത്തിലേക്കാണ് ജനങ്ങൾ എത്തിച്ചത്. ജയരാജൻ, ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ തുടർന്ന് പൊതുദർശനം മറ്റു കാര്യങ്ങളും പാർട്ടി ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അറിയാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി 7 മണിക്ക് കോഴിക്കോട് DYFI ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന യൂത്ത് സെന്ററിൽ പൊതുദർശനത്തിന് വെക്കും. നാളെ രാവിലെ 8 മണിക്ക് കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിയിൽ ആംബുലൻസ് ഇരുഭാഗത്ത് നിന്നും ആളുകൾക്ക് കാണാൻ കഴിയുന്നതായതുകൊണ്ട് എലത്തൂര്, പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, പയ്യോളി, വടകര, നാദാപുരം റോഡ്, മാഹി, തുടർന്ന് പുന്നോൽ വഴി തലശ്ശേരി ടൗൺ ഹാളിൽ 10 മണി മുതൽ പൊതുദർശനത്തിന് വെക്കും. അത് കഴിഞ്ഞാൽ പള്ളൂർ വഴി ചൊക്ലിയിലെ രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിന് വെക്കും. തുടർന്ന് 5 മണിക്ക് പുഷ്പന്റെ വീട്ടിലെത്തിക്കുകയും തുടർന്ന് അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്ത് ശവസംസ്കാര ചടങ്ങ് നടത്തുകയും ചെയ്യും. ഇന്നും നാളെയുമായി CPIMന്റെ എല്ലാ പരിപാടികളും മാറ്റിവെക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ. നാളെ തലശ്ശേരിയിലും കൂത്തുപറമ്പിലുമുള്ള ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് പുഷ്പന്റെ ആദരസൂചകമായി ഹർത്താലിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ്. വാഹനങ്ങളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee മലയാളം ന്യൂസ് ലഭ്യം.